25 കിലോമീറ്റർ ചവിട്ടിയിട്ടുണ്ട്. ഏറെക്കുറെ 25 കിലോമീറ്റർ കഴിഞ്ഞു. അതിലും കുറച്ചുകൂടി ദൂരം പോയിട്ട് ഒരു കിലോമീറ്റർ പോയിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോഴാണ് ഞാനിന്ന് വന്നത്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് നമ്മുടെ കുറച്ച് സുഹൃത്തുക്കൾ വന്നിരുന്നു നാഗർകോവിൽ പോകാൻ വേണ്ടി. അപ്പോൾ അവരുമായിട്ട് നമ്മുടെ നാഗർകോവിൽ എഡ്വിൻ ചേട്ടൻ്റെ വീട്ടിൽ, അതിൽ മാർത്താണ്ടത്ത് നമ്മുടെ എഡ്വിൻ ചേട്ടൻ്റെ വീട്ടിലും, അതേപോലെ രാജേഷ് അണ്ണൻ്റെ വീട്ടിൽ, വിനിലിൻ്റെ വീട്ടിൽ, സൂര്യണ്ണൻ്റെ വീട്ടിൽ, അതേണക്കന്നെ കരിങ്കൽ ഷാജിയുടെ വീട്ടിൽ നമ്മൾ പോകുന്നുണ്ട്. അതേണക്കന്നെ കൊച്ചിയിൽ നിന്ന് അവർ വന്നത് അവർക്ക് ഇവിടെ ആകാശപ്പുറയുടെ സമ്മാന ചടങ്ങുണ്ടായിരുന്നു. കരിങ്കൽ ഷാജിക്കാണ് ഒന്നാം സമ്മാനം. അപ്പോൾ നമ്മളിവിടെ കറങ്ങുന്നതും ഈ പരിപാടിയുടെ കുറച്ച് ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും 15 മിനിറ്റിനകത്തേ ഉള്ള വീഡിയോ ലാസ്റ്റ് വരെ കാണുക. അതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക. ഇതേപോലെ നല്ല നല്ല വീഡിയോകൾ ഇനി ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മുടെ കൊച്ചിയിലുള്ള നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടെ വന്നിട്ട് നമ്മൾ നാഗർകോവിലോട്ട് പോവാണ്. പരിചയപ്പെടുത്തില്ലേ? റിയാസ്, നിതീഷ് എന്ന് വിളിക്കല്ലേ? നിതീഷ് വിളിക്കും. നമ്മുടെ അമീറിന്റെ വീഡിയോയിലൊക്കെ ഉള്ള ആളാണ്. അമീറിന്റെ അവരുടെ ഗ്യാങ് ആണല്ലേ? ഷൗക്കത്ത്, കൊച്ചി. അമീറിന്റെ കസിനാണ്. പ്രാവുണ്ട്, ബീഡിംഗ് ആണ്. പ്രത്യേകിച്ച് ഇൻട്രൊഡക്ഷന്റെ ആവശ്യമില്ല. പേര് പറഞ്ഞോ? ഷമീർ, കൊച്ചി. അപ്പൊ നമ്മൾ നാഗർകോവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, യാത്രയിലാണ്. നമ്മൾ കൊച്ചിയിൽ എന്ത് ആവശ്യമില്ല, അതായത് വീഡിയോ എടുക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ബാക്ക്ഗ്രൗണ്ട് സപ്പോർട്ടും നമുക്ക് ചെയ്തു തരുന്ന അമീറും കൂട്ടുകാരുമാണ്. അപ്പോൾ അവരിങ്ങനെ നാഗർകോവിൽ പോകണമെന്ന് കറങ്ങണമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നമ്മൾ കൂടെ ഇറങ്ങിയതാണ്. നേരെ വിട്ടത് നമ്മുടെ മാർത്താണ്ടത്ത് എഡ്വിൻ ചേട്ടൻ്റെ കൂട്ടിലാണ്. അവിടെ പോയി എഡ്വിൻ ചേട്ടനെ കണ്ടു, എഡ്വിൻ ചേട്ടൻ്റെ പ്രാവുകളൊക്കെ കണ്ടു. കുറേ നേരം അവിടെ ഇരുന്നു, എഡ്വിൻ ചേട്ടനോട് കാര്യങ്ങളൊക്കെ വിശേഷങ്ങൾ സംസാരിച്ചു. അതിനുശേഷം നമ്മൾ നേരെ നാഗർകോവിലേക്ക് പോകാനായിരുന്നു പ്ലാൻ. എഡ്വിൻ ചേട്ടൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചത്. ഇപ്പോൾ നമ്മൾ കാണുന്ന എഡ്വിൻ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള വഴിയുള്ള ഒരു സീനറിയാണ്. നല്ല ഭംഗിയാണ് ഏരിയ കാണാൻ. അവിടുന്ന് നേരെ നമ്മൾ പ്രാവിനെയും മറ്റു കാര്യങ്ങളൊക്കെ കണ്ടു, സംസാരിച്ചു. കുറേ നേരം അവിടെ ഇരുന്നതിന് ശേഷമാണ് നേരെ നമ്മൾ നാഗർകോവിലേക്ക് തിരിച്ചത്. അവിടുന്ന് രാജേഷിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ എഡ്വിൻ ചേട്ടൻ, അമീർ എല്ലാവരും ഉണ്ട്. കാർ ഒതുക്കിയിട്ട് പയ്യെ നടക്കുകയാണ്. മച്ചാന്മാരെ, നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് നമ്മുടെ മോൾസിസ് അനിയണ്ണൻ്റെ ബൊലേറോ വണ്ടി എടുത്തുകൊണ്ടാണ് നമ്മൾ നാഗർകോവിലേക്ക് പോയത്. അവിടെ നിന്ന് നേരെ നമ്മൾ എഡ്വിൻ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ നേരെ രാജേഷൻ്റെ വീട്ടിലെത്തി. രാജേഷൻ്റെ വീട്ടിലോട്ട് നമ്മൾ ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. രാജേഷണ്ണൻ ഭയങ്കര കമ്പനിയായിരുന്നു. നമ്മൾ രാജേഷനോട് കുറച്ച് സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തു. രാജേഷൻ്റെ കൂട്ടി ചിലപ്പോൾ രാജേഷൻ്റെ മോഡാണ് നമ്മൾ ഈ കാണുന്നത്. അവിടെയാണ് പുള്ളി പ്രാവിനെ പറത്തി ഇറക്കുന്നതും പ്രാവിനെ പഴക്കിയൊക്കെ ചെയ്യുന്ന മോഡാണ് ഈ കണ്ടത്. അന്യായ വ്യൂ ആണ് കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ ആകാശം തന്നെ കാണാൻ ഭയങ്കര ഭംഗിയാണ്. മേഘവും ഒരുപാട് ദൂരം വരെ കാണാം. ആ ഭാഗത്തൊക്കെ ഒരുപാട് മലകളൊക്കെ കാണും. ഭയങ്കര വ്യൂ അവിടെ നിന്ന്. ഇത് കുറേ കുഞ്ഞന്മാരെ പുള്ളി പഴക്കാൻ വേണ്ടി തുറന്നോട്ടേക്കാണ്. 12 പ്രാവളെ വെയിലുള്ളാനുണ്ട്, വലിയ പ്രാവളെയൊക്കെ തുറന്നിട്ടുണ്ട്. നമ്മളൊരു മുന്നറിയിപ്പ് ഇല്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് പോകുമായിരുന്നു. എന്നിട്ട് തന്നെ രാജേഷണ്ണൻ വളരെ കമ്പനിയായിട്ട് നമ്മളെ സഹകരിക്കും. അപ്പോൾ സൂര്യണ്ണ അങ്ങോട്ട് വന്നായിരുന്നു. സൂര്യണ്ണ നമ്മുടെ വീഡിയോ കാണുന്നതിൽ അറിയാം. ഞാൻ എൻ്റെ വീഡിയോ സൂര്യണ്ണ ചെയ്തിട്ടുണ്ട്. സൂര്യണ്ണ നല്ല കമ്പനിയാണ്. സൂര്യണ്ണ നമ്മുടെ കൊച്ചിയിലേക്ക് അങ്ങനെയൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. വിനിലാണ് പരിചയപ്പെടുത്തിയത്. എന്നിട്ട് നമ്മളവിടെ നിന്ന് അപ്പോഴത്തേക്കും രാജേഷൻ്റെ കൂട്ടിലെ ഓരോ പ്രാവുകളെ പരിചയപ്പെടുത്താൻ വേണ്ടി പ്രാവെടുക്കാൻ ഉള്ളിലേക്ക് പോയി. അപ്പോൾ ഞാൻ ആ വ്യൂ ഒന്നുകൂടെ കാണിക്കുകയാണ്. അന്യായ വ്യൂ ആണ് അവിടെ. മലയും മേഘവും മരങ്ങളും ഭയങ്കര ഭംഗി. ഒരുപാട് കിലോമീറ്റർ ആണ്. അപ്പം നമ്മുടെ രാജേഷണ്ണൻ വന്നു. രാജേഷൻ്റെ കൂട്ടിലെ മെയിൻ ഓരോ പ്രാവുകളെ അവിടെ ഗ്യാങ് ഓഫ് കൊച്ചി ടീമൊക്കെ കയ്യിൽ കൊടുത്തു. ഓരോരോ പ്രാവുകളെയൊക്കെ പിടിച്ചു നോക്കി. എന്നാൽ ഓരോരോ പ്രാവിനെ കൊടുത്തിട്ട് അതിൻ്റെ പറവയും അതിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളൊക്കെ വിശദമായി തന്നെ പറഞ്ഞു തന്നിരുന്നു. ഇതിപ്പം ഈ സീസണിൽ എടുത്തിട്ട കുഞ്ഞുങ്ങളും പിന്നെ 1-2 വലിയ വെയിൻ പ്രാവുകളൊക്കെ വെയിലുള്ളതിനായിട്ട് തുറന്നുവിട്ടേക്കാണ്. എന്നിട്ട് തന്നെ നമ്മുടെ രാജേഷൻ്റെ ബ്രീഡിങ് സെക്ഷനിൽ ഉള്ള പ്രാവുകളെയും നമുക്ക് കാണിച്ചു തന്നു. നമ്മളത് ചെറിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്നൊക്കെ എടുത്തതാണ്. എന്നൊക്കെ തന്നെ ഇപ്പുറത്തെ കൂട്ടിലും കുറേ പ്രാവുകളുണ്ട്. പുള്ളിയല്ല കമ്പനിയാണ്. പുള്ളിയുടെ പ്രാവിനാണെങ്കിൽ പിടിച്ച് നോക്കിക്കോളാനൊക്കെ പറഞ്ഞ് നമ്മൾ പിന്നെ ബുദ്ധിമുട്ടിക്കാനൊന്നുമില്ല. ബ്രീഡിങ് കിട്ടുന്ന പ്രാവല്ലേ. പിന്നെ നമ്മളെല്ലാം അവിടെ ചേർന്ന് നിന്നൊരു ചെറിയൊരു വീഡിയോ സെൽഫി പോലെയൊക്കെ എടുത്ത്
അവിടെ നിന്ന് നമ്മൾ നേരെ പയ്യെ വിനിലിൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങി. ഇവിടെ നിന്ന് നടന്നു പോകുന്ന ഒരു കുറച്ച് ദൂരമുള്ളൂ, ഒരുപാട് ദൂരമില്ല. നേരെ നമ്മൾ നടന്ന് വിനിലിൻ്റെ വീട്ടിലോട്ട് പോയി. പുള്ളിയുടെ വീട്ടിലും പുള്ളി കുറേ കുഞ്ഞുങ്ങളെ തുറന്നു വിട്ടിട്ടുണ്ടായിരുന്നു. അതുകൂടെ 1-2 വലിയ പ്രാവുകളെയും വലിയ വിട്ടിട്ടുണ്ടായിരുന്നു. അതാണ് തന്നെ വിനിൽ സീസണിൽ പറത്തിയ പ്രാവുകൾ ഓരോന്നിട്ട് നമ്മളെ പരിചയപ്പെടുത്തി. ഇപ്പം ആദ്യം ഇട്ട ഒരു ആണും ജാക്കിലുള്ള ഫീമെയിൽ സെറ്റാണ്. അല്ല, ജാക്കിലാ ഫീമെയിലും മറ്റേ തലയപ്പുള്ളിയാണ് ആണ്. തലയപ്പുള്ളി ആണിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞ വർഷം ടൂർണമെൻറ്റ് പറഞ്ഞ പ്രാവാണ്. ഈ പ്രാവിൻ്റെ കുഞ്ഞ് ഈ വർഷം ടൂർണമെൻറ്റ് പറഞ്ഞു ടൈം കുറിച്ച പ്രാവാണ്. അത് തലയപ്പുള്ളി ആ പോകുന്ന കൊണ്ടയാണ്. അത് എൻ്റെ ഫോട്ടോയൊക്കെ നമ്മുടെ വിനിൽ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. എൻ്റെ തന്തയും പറഞ്ഞു, കുഞ്ഞും പറഞ്ഞു റിസൾട്ടായി. ഈ പേരൻ്റെ കുഞ്ഞാണ്. അതേപോലെ തന്നെ ഈ പേരൻ്റെ വേറെയും 3 കുഞ്ഞുങ്ങൾ പുള്ളി എടുത്തായിരുന്നു. അത് രണ്ടും ജാക്ക്ബൂരിയിലാണ്. ഇപ്പം ഈ കാണിക്കുന്ന തലയപ്പുള്ളി ജാക്ക്ബൂരി ആ പ്രാവും അതിനൊക്കെ ഇപ്പോൾ ഇട്ട ജാക്ക്ബൂരി രണ്ടും അവിടെ റിസൾട്ട് ഉണ്ട്. പറത്തിയ പ്രാവുകളാണ്. പുള്ളി തന്നെ പറത്തി വെട്ടി വെച്ചേക്കുന്നതാണ്. അടുത്ത സീസണിലേക്ക് വേണ്ടി പുള്ളിക്കാനും മറ്റു കാര്യങ്ങളിലൊക്കെ ആയിട്ട് മാറ്റിയിട്ടുന്ന പ്രാവുകളാണ്. പിന്നെ പുള്ളി കൂട്ടിലുള്ള വളരെ നല്ല നല്ല പ്രാവുകളെല്ലാം നമ്മളെ കാണിക്കാനുള്ള ഒരു ഇതായിരുന്നു. പുള്ളി എന്നിട്ട് ഓരോരോ പ്രാവുകളെ നമുക്ക് എടുത്ത് കാണിച്ച് അതിൻ്റെ പറവയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പ്രാവുകളെ കുറിച്ചുള്ള ചർച്ചകൾ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ഗ്യാങ് ഓഫ് കോച്ച് ടീമുകളും ഒക്കെ ആയിട്ട്. ഞാൻ അന്നേരം അതിൻ്റെ ഇടയ്ക്ക് കിട്ടിയ അവസരങ്ങളിൽ ഈ വളരെ ചെറിയ പ്രാവുകളുടെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലേക്ക് വേണ്ടി എടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്തൊരു പ്രാവിനെ വിനിലിപ്പെടുത്തതായിട്ട് അതിപ്പം ഈ സീസണിലേക്ക് വേണ്ടി പുള്ളി പറത്താൻ വേണ്ടി സെറ്റ് ചെയ്ത പ്രാവാണ്. വാട്ടർ ടാങ്കർ സൈഡിലിരിക്കുന്ന പ്രാവുണ്ടല്ലോ. അതേപോലെ തന്നെ ഇപ്പം ഈ വിട്ട ജാക്ക് ഒരു വലിയ ഫീമെയിലാണ്. അതിൻ്റെ കുഞ്ഞുങ്ങളും അതൊക്കെ പറത്ത് റിസൾട്ടോടെ എന്ന് പറഞ്ഞത്. ഇപ്പോൾ ഈ ഇട്ട പ്രാവും സീസണിലേക്ക് പറത്താനുള്ള പ്രാവാണ്. പൊട്ടിച്ച് വിട്ടേക്കുന്ന പ്രാവുകളാണ്. അങ്ങനെ ഓരോരോ പ്രാവുകൾ കാണിക്കുകയും അതിൻ്റെ പ്രത്യേകതകൾ പറയുകയും ഒക്കെ കാണിക്കും. നല്ല നല്ല കളർഫുള്ളായിട്ട് പ്രാവ്. ഇതിപ്പോൾ ഉണ്ട് ജാക്കിൽ സബ്ജയിൽ വാലുവെള്ളയിൽ ഒരാളിനെ ഇപ്പോൾ എടുത്തിട്ട് വേറെ ഏത് കളറാണ് സബ്ജയിൽ വാലുവെള്ളയൊക്കെ. അങ്ങനെ പുള്ളിയുടെ കൂട്ടിലെ പ്രാവിൻ്റെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സൂര്യൻ്റെ വീട്ടിലോട്ട് പോകാനുള്ള നടത്തത്തിലാണ്. അവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് സൂര്യൻ്റെ വീട്ടിലേക്ക്. ഏറെക്കുറെ 1/2 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ നടന്ന് വണ്ടിയിട്ട സ്ഥലത്ത് ചെന്ന് വണ്ടിയിൽ കയറി നേരെ സൂര്യൻ്റെ വീട്ടിൽ ലക്ഷ്യമാക്കി നമ്മൾ ചലിച്ചു. അവിടുന്ന് പിന്നെ വണ്ടി ഒതുക്കിയിട്ട് നേരെ സൂര്യൻ്റെ വീട്ടിലോട്ട് പോവാണ്. സൂര്യൻ്റെ വീട് ഞാൻ ടോപ്പൊക്കെ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്, ഓർമ്മയുണ്ട്. സൂര്യൻ്റെ വീട് 2 ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവർ നമ്മുടെ ചാനൽ സെർച്ച് ചെയ്ത് കിട്ടും. ഇതാണ് സൂര്യൻ്റെ വീട്. അപ്പോൾ സൂര്യൻ അവിടെ ചെന്ന് പ്രാവിനെ സ്റ്റൈൻ അടിക്കുന്ന കാര്യവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മളെ പരിചയപ്പെടുത്തി. അപ്പോൾ സൂര്യൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോയുടെ 2 ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കൂടെ കണ്ട് സപ്പോർട്ട് ചെയ്യണം. അതേപോലെ തന്നെ സൂര്യണ്ണൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. സൂര്യണ്ണൻ നമുക്ക് ഈ സ്റ്റൈനർ അടിക്കുന്ന കാര്യവും ആ സ്റ്റൈനറിൻ്റെ പ്രത്യേകതയും ഒക്കെ പറഞ്ഞു തന്നു. കുറേ നേരം സംസാരിച്ച് നമ്മുടെ കൊച്ചി ടീമുകൾ അവിടെ സൂര്യണ്ണനായിട്ട് കുറേ നേരം സമയം സ്പെൻഡ് ചെയ്തിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അതിനുശേഷം നമ്മൾ കരിങ്കൽ ഷാജിയുടെ വീട്ടിലെത്തി. അവിടെ എത്തിയപ്പോൾ കഷ്ടകാലത്തിന് എൻ്റെ ക്യാമറയുടെ പവർ ഡൗൺ ആയിരുന്നു. അപ്പോൾ കുത്തിയിട്ടിരുന്നു. പിന്നെ എന്നിട്ട് മൊബൈൽ എടുത്താണ്. ഇതിപ്പോൾ ഒരു വട്ടവാലം പരുന്ന് നമ്മുടെ അടിപ്പരുന്ന് എന്നൊക്കെ പറഞ്ഞ സാധനമാണ്. അവിടെ പ്രാവിനെ തുറന്നു വിട്ടേക്കുന്നത്. അപ്പോൾ ആ വീട്ടിൻ്റെ മെളിക്കണമെന്ന് പറയുന്ന വീഡിയോ ആണ് ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ നമുക്കവിടെ സമ്മാനദാന പരിപാടിക്ക് പോകേണ്ടതുള്ളതുകൊണ്ടാൽ ഒരുപാട് വീഡിയോ ഒന്നും അവിടെ എടുക്കാൻ നിന്നില്ല. നമ്മളവിടെ നിന്ന് നേരെ പോരുമായിരുന്നു. അപ്പം ചെറിയൊരു കുറച്ച് വീഡിയോകൾ അവിടെ നിന്ന് എടുത്ത് അവിടെ നിന്ന് നമ്മൾ പെട്ടതാണ്. കാര്യം നമുക്ക് ഷാജിക്കാണ് ഒന്നാം സമ്മാനം, ഈ ആകാശപ്പറവയുടെ സമ്മാനമാണതിന്. അപ്പോൾ അത് പുള്ളിക്ക് വാങ്ങണം എന്നുള്ളതുകൊണ്ട് പുള്ളി റെഡിയാകാൻ വേണ്ടി താഴേക്ക് പോയി. നമ്മൾ കുറച്ച് നേരം പ്രാവിൻ്റെ കൂടെ അവിടെ ഇരുന്ന് ഇങ്ങനെ സമയം പോയി. അപ്പോൾ അതിന് അവിടെ തന്നെ കറങ്ങി നിൽക്കുകയായിരുന്നു. ഇങ്ങനെ കാര്യം ഏതെങ്കിലും ഒരു പ്രാവ് അടിച്ചു കഴിഞ്ഞാൽ അടിക്കണം എന്ന ലക്ഷ്യത്തിൽ ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ സുഹൃത്ത് നിശാന്ത്, എല്ലാവർക്കും അറിയാമല്ലോ. പുള്ളിയുടെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തേക്കാം. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവിടെ നിന്ന് നേരെ നമ്മുടെ തിരുവനന്തപുരത്തേക്ക് തിരിച്ചു. നമ്മൾ തിരുവനന്തപുരത്ത് ആകാശപ്പറവയുടെ സമ്മാനം നടക്കുന്ന ചടങ്ങിലെത്തി. നമ്മുടെ ഷാജി ചേട്ടൻ, നേരത്തെ ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല, കാര്യം പുള്ളി വെക്കാൻ പോയിരുന്നായിരുന്നു. അതിനൊക്കെ ജിതിൻ മച്ചാൻ, നമ്മുടെ കൊച്ചി ഗ്യാങ് ഓഫ് കൊച്ചി ടീം, നിശാന്തിൻ്റെ മോള്, അതിനൊക്കെ ഫാമിലി അവരെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അനിയണ്ണനാണ് ഏറ്റവും ബാക്കി പോകുന്നത്. നമ്മളെല്ലാവരും കൂടെ ചേർന്ന് നമ്മുടെ ആകാശപ്പറവ സമ്മാന ചടങ്ങിൻ്റെ പരിപാടിയിലേക്ക് എത്തി. നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് അവിടെ എത്തിയത്. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ പരിപാടിയുടെ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. ആകാശപ്പറവയുടെ പരിപാടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു പ്രോഗ്രാമായിരുന്നു. കാര്യം ഒരുപാട് വലിച്ചു നീട്ടിയുള്ള പ്രശ്നങ്ങളോ മറ്റു പരിപാടികളൊന്നും ഇല്ലായിരുന്നു. നേരെ ചെന്ന് പരിപാടി ഉദ്ഘാടനം, അതിനുശേഷം 1-2 പേര് വളരെ കുറച്ച് ക്ലബ്ബ് സംബന്ധമായ കാര്യങ്ങൾ സംസാരിച്ചു. അതിനുശേഷം നേരെ സമ്മാനദാന പരിപാടി. ഒരു 3/4 മണിക്കൂറിനുള്ളിൽ പരിപാടി കഴിഞ്ഞു. എല്ലാവരും ഫുഡും കഴിച്ച് അവരുടെ വീടുകളിൽ പറ്റി. നല്ല ഒരു പരിപാടിയായിരുന്നു. കാര്യം പരിപാടി പങ്കെടുത്ത ഒട്ടുമിക്ക ആൾക്കാരും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. മറ്റ് ചില ആൾക്കാർക്ക് അവിടെ എത്താൻ പറ്റിയിട്ടില്ല, മറ്റ് അവരുടെ വ്യക്തിപരമായ കാരണങ്ങൾ. അപ്പം അവരും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടെ നന്നായിരുന്നു എങ്കിൽ തോന്നി. നിറച്ച ആളുണ്ടായിരുന്നു പരിപാടി കാണാൻ. ഇപ്പോൾ ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളൊന്നും നോക്കണ്ട,
നമ്മൾ പരിപാടി തുടങ്ങി കഴിയുമ്പോഴത്തേക്ക് ഏറെക്കുറെ എല്ലാ കസേരയും ഫില്ലായിട്ടുണ്ടായിരുന്നു. നമ്മുടെ തിരുവനന്തപുരത്തും കോയമ്പത്തൂരും നാഗർകോവിലൊക്കെ ഉള്ള ഒരുപാട് ആൾക്കാർ പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്രേക്ഷകരൊക്കെ വിശദമായിട്ട് പിന്നീട് കാണിക്കാം. ഇപ്പം നമ്മുടെ പരിപാടിയിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ അവർ അതിൻ്റെ വിളക്ക് കത്തിക്കലും മറ്റു ചടങ്ങുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമ്മുടെ മറ്റുള്ള ക്ലബ്ബുകളിൽ നിന്നുള്ള ഓരോരോ ഭാരവാഹികളും ആണ് വിശിഷ്ടാതിഥികളെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അവരൊക്കെ സ്റ്റേജിൽ ഇരിപ്പുണ്ട്. അപ്പം പരിപാടികൾ തുടങ്ങുകയായിരുന്നു. പുള്ളിക്ക് എൻ്റെ പേരിൽ അടുത്ത് കഴിഞ്ഞ വർഷം തന്നെ നല്ല തോപ്പുകളയും പിന്നെ ലറാസി വെള്ളക്കടവ് ആകാശക്കുറവ് എൻ്റെ പേര് തന്നിരുന്നു. അടുത്തായി ഷാഫി മണക്കാട് NPFA സെക്രട്ടറിയായ ഷാഫി മണക്കാടിനെ ഗ്രൂപ്പിൻ്റെ പേര് എൻ്റെ പേര് പറഞ്ഞു. അടുത്തതായി സ്റ്റാൻലി യുവാണ്ട ക്ലബിൻ്റെ സ്റ്റാൻലി ആകാശഭാഗം ഈ പട്ടത്തിൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് നിമിഷം. നമ്മുടെ സന്തോഷമായി ഒരുപാട് ഓടി നടന്ന് വളരെയധികം കഷ്ടപ്പെട്ട് നമുക്ക് വേണ്ടി അല്ലെ നിങ്ങൾക്ക് വേണ്ടി ഈ പ്രൈസ് ഉണ്ടാക്കുവാനും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനും ചെയ്യുന്ന സന്തോഷമായിക്ക് നമ്മുടെ ഗ്രൂപ്പിൻ്റെ പേരിൽ മാത്രമല്ല നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഒരു വളരെ നന്ദി അർപ്പിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ പ്രോത്സാഹിപ്പിച്ച് നല്ലതുപോലെ ഇതിനെ കൊണ്ടുപോകാൻ ഇനിയും ഒരു ഒറ്റാണിനെ പോലെ നടക്കുവാനും പ്രവർത്തിക്കാനുമുള്ള ആ ദൈവാനുഗ്രഹം സന്തോഷിന് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാം എല്ലാവരും വരണം, വന്ന് പ്രൈസ് വാങ്ങണം, ജനങ്ങളുടെ മുമ്പിൽ നല്ലവരാണെന്ന് ഞാൻ പറത്തുകാരനാണെന്ന് തെളിയിക്കാനുള്ള ഒരു സർട്ടിഫിക്കറ്റാണ്, അതിൻ്റെ ഒരു അംഗീകാരമാണ്, നമ്മുടെ അവകാശമാണ്. ഒരു പ്രാവ് സ്നേഹികളുടെ പറത്തുന്നവൻ്റെ അവകാശമാണത്. നമ്മൾ വന്ന് 10 പേരുടെ മുമ്പിൽ ഒരു പ്രൈസ് വാങ്ങുക എന്ന് പറഞ്ഞത് അതൊരു പ്രത്യേകത തന്നെയാണ്. എല്ലാവരും അത് മനസ്സിലാക്കുക, പ്രാവിനെ സ്നേഹിക്കുക, പ്രാവിനെ പറത്തുക, എല്ലാവരും പറത്തി മുന്നോട്ട് കൊണ്ടുവരികയും വേണം. ഒരാളെന്നല്ല, നമുക്കതൊരു വാശി തന്നെ വേണം പ്രാവ് പറത്തുന്നതിന്. പ്രാവ് പറത്താൻ എനിക്ക് സമയമില്ല, എനിക്ക് ഈ പറഞ്ഞതൊക്കെ വലിയൊരു പ്രാസംഗികനൊന്നുമല്ല. എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുടെ നടുവിലാണ് ഞാൻ. എൻ്റെ ഭാര്യ എന്നെ മരണപ്പെട്ടു പോയിട്ട് 3 മാസമായിട്ടുള്ളൂ. ഞാൻ പുറത്തൊരു പരിപാടിക്ക് പോകാതിരുന്നതാണ്. പിന്നെ നമ്മളെ തുടങ്ങിയ കാലം മുതൽ ഞങ്ങളെല്ലാവരും ആത്മാർത്ഥമായിട്ട് നമ്മുടെ ഈ ഗ്രൂപ്പിൽ സഹകരിക്കുകയും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ചെയ്യുന്നത് കൊണ്ട്, നമ്മൾ ആത്മാർത്ഥമായി നിൽക്കുന്നത് കൊണ്ടും ഞാനിതിൽ പങ്കെടുത്തു. പിന്നെ എല്ലാവരും കയറി പ്രോത്സാഹിപ്പിക്കും. ഒക്കെ അതായത് വസ്തു കൊടുക്കാൻ വേണ്ടി നമ്മളെ തിരുവൂർ ശ്രീകാര്യം നല്ലൊരു പേരെടുക്കാം. സർപ്രൈസായ 30,000 രൂപയും ട്രോഫി സർട്ടിഫിക്കറ്റാണ്. നല്ലൊരു പേരെടുക്കാം. സന്തോഷമാണ്. നല്ലൊരു കൈ. നല്ലൊരു കൈ കൊടുക്കാം. കൈയടി പോരാ. കൈയടി പോരാ. എല്ലാ പ്രാർത്ഥനയും
ആകാശപ്പുറവ PG വാട്സപ്പിന്റെ പേരിൽ എൻ്റെ പേരിൽ എല്ലാവർക്കും നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നു. ഈ വേദിയിൽ ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും സമയം നമ്മളെ അനുഭവിച്ചിരുന്ന എല്ലാ പ്രാവശ്യങ്ങൾക്കും ഒരുപാട് ഹൃദയം തന്നെ നന്ദി അർപ്പിക്കുന്നു. ഇതിനോടനുബന്ധിച്ച് ഫുഡ് കഴിച്ചിട്ട് എല്ലാവരും പോകാൻ പാടുള്ളൂ. ട്രോഫി മാനിച്ചവരെല്ലാവരും ഒന്ന് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലോട്ട് വന്ന് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇനിയും ഇതേപോലുള്ള എല്ലാ നമ്മുടെ പറവയുടെ എല്ലാ കാര്യങ്ങളിലും എല്ലാ അംഗങ്ങളും കൂട്ടായ്മ എല്ലാവരും ഉൾപ്പെടുത്തുമെന്ന് ആഗ്രഹിക്കുന്നു. എല്ലാവരും സഹകരിച്ചതിന് നന്ദി. എൻ്റെ കർത്തവ്യോടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ മറ്റേമാരെ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടത് നന്ദിയുണ്ട്. ഇപ്പം പുതിയൊരു പരിപാടിയാണിത്, സൈക്ലിങ്. ഇപ്പം കുറച്ച് ആരോഗ്യം കൂടെ നോക്കാൻ വിചാരിച്ച് അങ്ങനെ ഇപ്പോൾ ഡെയിലി ഒരു 50 കിലോമീറ്റർ സൈക്കിൾ ഓട്ടും. അപ്പോൾ എല്ലാവരും എക്സസൈസ് ഒക്കെ ചെയ്യും, കുറച്ച് ആരോഗ്യത്തോടെ ഇരിക്കുക, തളർന്നേട്ടാ. അപ്പോൾ വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് നന്ദിയുണ്ട്. നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. അതേ കണക്ക് തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ മച്ചന്മാർക്കും നന്ദിയുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഇൻസ്പിറേഷൻ ഇടുക. ബൈ ബൈ. കൈ കാണിക്കാൻ പറ്റും, ടാറ്റ കാണിക്കാൻ പറ്റത്തില്ല, സൈക്കിൾ ഓട്ടിക്കൊണ്ടിരിക്കുക. ബൈ. സുഹൃത്തുക്കളെ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മുടെ PGN സർക്കിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ തീർച്ചയായും ഡൗൺലോഡ് ചെയ്യേണ്ടതാണ്. നമ്മുടെ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കാര്യം ആപ്പിനകത്ത് ഒരുപാട് പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. നമ്മളിപ്പോഴും പഴയ ലോകത്ത് നിൽക്കാതെ പ്രാവിൻ്റെ മേഖലയിൽ പുതിയ അപ്ഡേറ്റിലേക്ക് മാറുക. അപ്പോൾ എല്ലാവരും ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, പുതിയ അപ്ഡേറ്റുകൾ മനസ്സിലാക്കുക. അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാത്തവർ അപ്ഡേറ്റ് കൂടി ചെയ്യുക.